ടേംസ് ഓഫ് പ്ലഡ്ജ്. അതായത് പ്ലഡ്ജിൽ പറയാതെ വേറെ അതർ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാതിരിക്കാനുള്ള റൈറ്റ്സ് ആയിരിക്കുന്നുണ്ട്. എന്താണോ നമ്മൾ കോൺട്രാക്ട് എഗ്രിമെന്റിൽ ഉള്ളത് ആ ഡ്യൂട്ടി പെർഫോം ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, അത് കൃത്യമായി ചെയ്യാന്നുള്ള റൈറ്റ്സ് ആണുള്ളത്. പിന്നെ അതേപോലെ പ്ലഡ്ജ് ചെയ്ത ഗുഡ്സിന് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാന്നുള്ള ഡ്യൂട്ടി. അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസ് ആർക്കാണുള്ളത്? പോണിക്കുണ്ട്. ഓക്കെ, റൈറ്റ്സ് പറഞ്ഞു, ഡ്യൂട്ടീസ്. അപ്പം ദെൻ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോണർ. ഇപ്പം നമ്മൾ പോണിയുടെ കേസ് പറഞ്ഞു. ഇനി പോണർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉണ്ടാവും? ഓക്കെ, പോണർക്ക് എന്തൊക്കെ റൈറ്റ്സ് ഉള്ളത്? റൈറ്റ്സ് ഓഫ് പോണർ എന്തൊക്കെയാ? പേയ്മെന്റ് ഓഫ് ദ ഡെപ്റ്റ്, പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് വിച്ച് ദ പ്ലഡ്ജ് ഈസ് മെയ്ഡ്. അതായത് എന്ത്? ആ ഗുഡ്സിൻ്റെ മേലുള്ള പേയ്മെൻറ്റ്, അതേപോലെ ആ ഗുഡ്സ് കറക്റ്റ് ഡെലിവർ ചെയ്യുക, ആ പ്രോമിസ് അതേപോലെ എന്താ പറയുക ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള റൈറ്റ്സ്. ഇതൊക്കെ ആർക്കുള്ളതാ? റൈറ്റ്സ് ഓഫ് പോണർ അതാണ്. അതേപോലെ എന്താ? പോണർ മേക്സ് ഡീഫോൾട്ട്സ് ഇൻ പേയ്മെൻറ്റ് ഓഫ് ദ ഡെപ്റ്റ് ഓഫ് പെർഫോമൻസ് ഓഫ് ദ പ്രോമിസ് ഈസ് സ്റ്റിപ്പുലേറ്റഡ്. അതായത് കറക്റ്റ് സ്റ്റിപ്പുലേറ്റഡ് ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ആ റീപേയ്മെൻറ്റ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള റൈറ്റ്സ് ആർക്കുണ്ടാവും? പോണർക്ക് ഉണ്ടാവും. ദെൻ എന്താണ്? redeem the goods pledged at any subsequent time before the actual sale, but he must, അതായത് ആക്ച്വൽ ടൈമിനുള്ളിൽ തന്നെ നമുക്ക് ആ ഗുഡ്സ് റെഡീം ചെയ്തിരിക്കാനുള്ള റൈറ്റ്സ് ഉണ്ട്. ഓക്കെ, ടൈം പീരീഡ് മസ്റ്റായിട്ട് പാലിച്ചിരിക്കുക. അപ്പോൾ അത്രയും റൈറ്റ്സ് ആർക്കുള്ളത്? പോണർക്ക്. നിങ്ങൾക്ക് ചിന്തിച്ചാലല്ല നമ്മളെ ഗുഡ്സിൻ്റെ മുകളിലുള്ള എക്സ്പെൻസ് കാര്യങ്ങൾ, ടൈം, റീപേയ്മെൻറ്റ് എല്ലാ കാര്യങ്ങളെയും റൈറ്റ്സ് ആർക്കാണ്ടാവുക? പോണർക്ക് ഉണ്ടാവും. ദെൻ ഡ്യൂട്ടീസ് ഓഫ് ദ പോണർ എന്തൊക്കെയാണ്? ഡ്യൂട്ടീസ് ഓഫ് ദ പോണറിൽ വരുന്നത് ഇഫ് ദ ഡ്യൂട്ടി ഓഫ് പോണർ ടു കംപ്ലൈ വിത്ത് ദ ടേംസ് ഓഫ് പ്ലഡ്ജ് ആൻഡ് റീപേ ദ ഡെപ്റ്റ് ഓഫ് സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റ് പെർഫോം. അതായത് നേരത്തെ റൈറ്റ്സ് പറഞ്ഞത് തന്നെ നമ്മൾ കറക്റ്റ് സ്റ്റിപ്പുലേറ്റഡ് ഡേറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഗുഡ്സിൻ്റെ റിട്ടേൺ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിരിക്കുക. അതേപോലെ തന്നെ അയാൾക്ക് റീപേ ചെയ്യാൻ ഇത്ര സമയം നമ്മൾ അലൗ ചെയ്തിട്ടുണ്ടാവും പോണിക്ക്. അപ്പോൾ ആ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പോണർ എന്ത് ചെയ്തിരിക്കണം? ആ ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ആ റീഫണ്ട് കാര്യങ്ങൾ റീപേ ചെയ്തിരിക്കുക. ഡാമേജസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് അതിനുള്ള റീഫണ്ട് നൽകിയിരിക്കണം. ദെൻ ദ പോണർ ടു കോമ്പൻസേറ്റ് ദ പോണി ഓഫ് ദ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ്. അതായത് നമ്മൾ പറഞ്ഞല്ലോ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്? പോണിക്കുണ്ട്. അതായത് ഗുഡ്സിൻ്റെ മുകളിൽ വേറെ ആൾ എന്തെങ്കിലും എക്സ്ട്രാ ചിലവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സ്ട്രാ ഓർഡിനറി എക്സ്പെൻസ് നമുക്ക് പോണർ എടുത്തുനിന്ന് പോണിക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീഫണ്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആ പണം പോണർ എന്ത് ചെയ്യണം? കറക്റ്റായിട്ട് കോമ്പൻസേഷൻ നൽകിയിരിക്കണം. അത് അയാളുടെ ഡ്യൂട്ടിയാണ്, പോണറുടെ ഡ്യൂട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഡ്യൂട്ടീസും ഇത്രയും റൈറ്റ്സും ആണുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തൊക്കെയാണ്? പ്ലഡ്ജ് ആൻഡ് അല്ലെങ്കിൽ പോണോർ പ്ലഡ്ജ്. വാട്ട് ഈസ് പ്ലഡ്ജ് അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂവബിൾ സെക്യൂരിറ്റീസ് വെച്ചിട്ട് ഗുഡ്സിൻ്റെ റീപേയ്മെൻറ്റിനെയാണ് നമ്മൾ പ്ലഡ്ജ് എന്ന് പറയുന്നത്. അതിൽ പ്ലഡ്ജ് ആൻഡ് ബെയിൽമെൻറ്റ് നോക്കി. പ്ലഡ്ജും ബെയിൽമെൻറ്റും തമ്മിൽ എന്താണ്? സിമിലർ ആണെന്ന് നമ്മൾ പഠിച്ചു. രണ്ടിലും മൂവബിൾ ഗുഡ്സ് ആണ്. അതേപോലെ രണ്ടും എഗ്രിമെൻറ്റ് ബേസിലാണ് നടത്തുന്നത്. രണ്ടും മൂവബിൾ ഗുഡ്സിലാണ്. ദെൻ പ്ലഡ്ജ് ആൻഡ് ഹൈപ്പോത്തിക്കേഷൻ നോക്കി. അതിലെന്താണ് പറയുന്നത്? ഇത് ബോത്ത് ആർ മെയ്ഡ് ഇൻ എ എഗ്രിമെൻറ്റ്, ക്രിയേറ്റഡ് ഇൻ എ എഗ്രിമെൻറ്റ് ബേസിസ്. ബട്ട് ദ ഹൈപ്പോത്തിക്കേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുമോ? ഇല്ല. നമുക്ക് ഓൺലി ദ പൊസഷൻ ഓഫ് ഗുഡ്സ് ആണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്ലഡ്ജിൽ അങ്ങനെ ആയിരിക്കില്ല. ഇറ്റ്സ് എ മൂവബിൾ, നമ്മൾ സെക്യൂരിറ്റീസ് വെച്ചിട്ട് റീപേയ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ആണ്. ദെൻ റൈറ്റ്സ് ഓഫ് പോണി നോക്കി. അതേപോലെ റൈറ്റ്സ് ഓഫ് ഡ്യൂട്ടീസ് ഓഫ് പോണി നോക്കി. ദെൻ റൈറ്റ്സ് ഓഫ് പോണർ ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് പോണർ ചെക്ക് ചെയ്തു. ആ 3-4 പോയിന്റ്സ് കറക്റ്റായിട്ട് പഠിക്കുക കേട്ടോ. ദെൻ നമ്മൾ നോക്കുന്നത് പ്ലെഡ്ജ് ബൈ നോൺ ഓണേഴ്സ്. അതായത് ഓണേഴ്സ് അല്ലാതെ ഉള്ള ആൾക്കാർക്കുള്ള പ്ലെഡ്ജ്. അതിൽ ഫസ്റ്റ് ആരാണ്? പ്ലെഡ്ജ് ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റ്. അതായത് മെർക്കൻറ്റൈൽ ഏജൻറ്റിന് എങ്ങനെയായിരിക്കും? ഓണറെ കൺസെൻറ്റോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും? ഗുഡ്സിൻ്റെ പൊസഷൻ ഓഫ് ഗുഡ്സ്, അതായത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യില്ല. ഓണറെ കൺസെൻറ്റോട് കൂടി ഗുഡ്സിൻ്റെ പൊസഷൻ കൈവശം വെക്കാനുള്ള, അത് ഗുഡ്സ് കൈവശം വെക്കാനുള്ള അവകാശം ഉണ്ടാവും. ആൻഡ് ദ ഡോക്യുമെൻറ്റ്സ് ഓഫ് ടൈറ്റിൽ ഓഫ് ഗുഡ്സ് ആൻഡ് പ്ലെഡ്ജ് മെയ്ഡ് ബൈ ഹിം. അപ്പം അതേപോലെ മെർക്കൻറ്റൈൽ ഏജൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റാം? ഗുഡ്സ് കൈവശം വയ്ക്കാം. ഓണറെ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ടൈറ്റിൽ ഓഫ് ഗുഡ്സോ പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. അയാൾക്ക് സമ്മതം ഉണ്ടെങ്കിൽ പ്ലെഡ്ജ് ചെയ്യാനും ആർക്ക് പറ്റും? ഈ മെർക്കൻറ്റൈൽ ഏജൻറ്റിന് പറ്റും. രണ്ടാമത്തത് പ്ലെഡ്ജ് ബൈ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ വോയിഡബിൾ കോൺട്രാക്റ്റ്. അതായത്
already read under the earlier. The consent of the parties the consent must have been caused because of coercion, misrepresentation, fraud, undue influence or mistakes by them. The consent അതായത് voidable contract എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, വാലിഡ് അല്ല, അതായത് നമുക്ക് ഒരാളുടെ കൺസെന്റ് ഇല്ലാതെ നമ്മളൊരു എഗ്രിമെന്റിൽ സൈൻ ചെയ്യാം, അതായത് കൊയേഷൻ, മിസ്റെപ്രസെൻറ്റേഷൻ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആ കോൺട്രാക്റ്റ് ആണ് എന്ത് വോയിഡബിൾ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്ട് ദ പ്ലെഡ്ജ് ഈസ് വാലിഡ്. വോയിഡബിൾ കോൺട്രാക്റ്റിൽ ഒരു പ്ലെഡ്ജ് വെക്കുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും, വാലിഡ് ആയിരിക്കും. ആൻഡ് ദ പ്ലെഡ്ജ് ഹാസ് ആക്ടഡ് ഇൻ എ ഗുഡ് ഫെയ്ത്ത് വിത്തൗട്ട് നോട്ടീസ് പ്ലെഡ്ജ് ഡിഫെക്ട് ദ ടൈറ്റിൽ. അപ്പം എന്താ സംഭവിക്കുക വെച്ചാൽ അവിടെ നമ്മളൊരു പ്ലെഡ്ജ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എന്താണ്, വാലിഡ് ആണ്. അത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു ഗുഡ് ഫെയ്ത്തിൽ നല്ല കാര്യത്തിലേക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ പ്ലെഡ്ജിന് നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാൻ പറ്റും മുന്നോട്ട്. ഓക്കെ, അതാണ് വോയിഡ്. നെക്സ്റ്റ് വൺ എന്താ, പ്ലെഡ്ജ് വേർ പ്ലെഡ്ജർ ഹാസ് ഓൺലി ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. അതായത് എന്താണെന്ന് വെച്ചാൽ ദ പ്ലെഡ്ജ് ഈസ് വാലിഡ് ടു ദ എക്സ്റ്റെൻഡ് ഓഫ് ദാറ്റ് ഇൻട്രസ്റ്റ്. അതായത് where the pawners is not the absolute owner of the goods but has only a limited interest of the pawns in the അതായത് നമ്മളെ പ്ലെഡ്ജ് ചെയ്യുന്നതിൻ്റെ ആ പ്രോപ്പർട്ടീൻ്റെ ആക്ച്വൽ ഓണർ എന്ത് ചെയ്യാം, അബ്സല്യൂട്ട് ഓണർ ആവണം എന്നില്ല. ഓക്കെ, നോട്ട് ദ അബ്സല്യൂട്ട് ഓണർ, അത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പൊസിഷനൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആക്ച്വൽ ഓണർ അല്ലെങ്കിൽ പോലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളൊരു ഗുഡ്സ് നമ്മൾ പ്ലെഡ്ജ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഈടാക്കാൻ ഒരു പോൺസ് ഉള്ള റൈറ്റ്, അതുപോലെ അത് വാലിഡ് ആയിരിക്കും, അതിൻ്റെ ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഈടാക്കാനുള്ള റൈറ്റ്സും ഉണ്ടായിരിക്കും. ദെൻ പ്ലെഡ്ജ് ബൈ കോ ഓണർ ഇൻ പൊസഷൻ, അതായത് വെർ ദ ഗുഡ്സ് ആർ ഓൺഡ് ബൈ മെനി പേഴ്സൺ വെർ ദ കൺസെൻറ്റ് ഓഫ് ദ ഓണർ ലെഫ്റ്റ് ഇൻ ദ പൊസഷൻ ഓഫ് ദ, അതായത് ഓണറെ കയ്യിൽ നിന്ന് നമ്മൾ പൊസഷൻ വാങ്ങിയെന്ന് പറയുന്നുണ്ടല്ലോ. കോ ഓണർ ഇൻ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പിന്നീട് അയാളുടെ അടുത്ത് നിന്ന് ആ ഓണർഷിപ്പ് ഇയാൾക്ക് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്കും എന്ത് ചെയ്യാൻ പറ്റും, പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഗുഡ്സ് പ്ലെഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഇപ്പം നിലവിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഓണർഷിപ്പ് കൈമാറാതെ പൊസഷൻ ഓഫ് ഗുഡ്സ് കൊടുക്കുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ ഓണർഷിപ്പും കൊടുത്തു കഴിയുമ്പം അതിൻ്റെ ഓണർ ആവും, കോ ഓണർ ആവും, അതിന് വേറൊരാളായിരിക്കും അതിൻ്റെ ആ പ്രോപ്പർട്ടീൻ്റെ അല്ലെങ്കിൽ സെക്യൂരിറ്റീൻ്റെ ഓണർ. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലെഡ്ജ് ചെയ്യാൻ പറ്റും. ദെൻ പ്ലെഡ്ജ് ബൈ സെല്ലർ ഓർ ബയർ ഇൻ പൊസഷൻ, അതായത് അതിലെന്താ പറയുന്നത്, എ സെല്ലർ ഇൻ ഹൂസ് പൊസഷൻ ഓഫ് ഗുഡ്സ് ഹാവ് ബീൻ ലെഫ്റ്റ് ആഫ്റ്റർ എ സെയിൽ. അതായത് സെയിൽ നടന്നു കഴിഞ്ഞാൽ ആ ഗുഡ്സിൻ്റെ പൊസഷൻ ആരെടുത്തായിരിക്കും, ഓണർഷിപ്പ് അല്ല, ഒരു ഗുഡ്സ് നമ്മൾ സെയിൽ ചെയ്യാന്ന് വിചാരിക്കുക, ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ പൊസഷൻ ആയിരിക്കും സെല്ലർക്കായിരിക്കും. അപ്പം ഈ ബയറെ കൺസെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിലും അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലെഡ്ജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇത്രയും ആണ് നോൺ ഓണേഴ്സിൻ്റെ പ്ലെഡ്ജിൽ വരുന്നത്. അതായത് പ്ലെഡ്ജ് ബൈ മെർക്കൻറ്റൈൽ ഏജൻറ്റിന് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കേസിലാണ് വരുന്നതെന്ന് നമ്മൾ നോക്കി. സെക്കൻഡ് വൺ പ്ലെഡ്ജ് ബൈ പേഴ്സൺ ഇൻ പൊസഷൻ അണ്ടർ എ വോയിഡബിൾ കോൺട്രാക്റ്റിൽ വരുന്ന പേഴ്സൺസിന് എങ്ങനെയായിരിക്കും ചെയ്യാൻ പറ്റാൻ നോക്കി. ദെൻ പ്ലെഡ്ജ് വേർ പ്ലെഡ്ജർ ഹാസ് ഓൺലി എ ലിമിറ്റഡ് ഇൻട്രസ്റ്റ്. ദെൻ പ്ലെഡ്ജ് ബൈ എ കോ ഓണർ ഇൻ പൊസഷൻ. ദെൻ പ്ലെഡ്ജ് ബൈ സെല്ലർ ഓർ ബയർ ഇൻ പൊസഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലെഡ്ജിലുള്ളത്. ഓക്കെ.